قدرة لمخلوق مع قدرة الخالق، يلجمه بلجام قدرته. أحمى حنيفا أطمى طميسا، وكان الله قويا عزيزا. حامين عين سين قاف حمايتنا، كافها يا عين صاد كفايتنا. فسيكفيكهم الله وهو السميع العليم، ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد باللسان الجامع في الحضرة الواسعة، صلاة تمد بها أجسامنا من جسمه وقلوبنا من قلبه وأرواحنا من روحه وأسرارنا من سره وعلومنا من علمه وأعمالنا من عمله وأخلاقنا من خلقه ووجهاتنا من وجهته ونياتنا من نيته وقصودنا من قصده، وتعود بركاتها علينا وعلى أولادنا وعلى أهلنا وعلى أصحابنا وعلى أهل عصرنا. يا نور يا نور يا نور، اجعلنا نورا بحق نوري. فضيلة الشيخ رئيس الحفلة ورئيس مركز السنة سيد كريمة الباعلوي، وفضيلة الأستاذ رئيس وحدة تنظيم المحاضرات السيد صالح علي عبد الله المحترم، ورئيس جامعة دار الهدى، ورئيس جمعية MIC فضيلة الشيخ يويم عبد الرحمن مسليان، والعلماء الأفاضل والزعماء الكرام والحضار الأجلاء. ما شاء الله، جائزة دبي الدولية للقرآن الكريم أعظم واحد في نوعه في العالم، التي أسسها صاحب السمو حاكم دبي الشيخ محمد بن راشد آل مكتوم حفظه الله ورعاه. والنبي صلى الله عليه وسلم قال: الدين النصيحة، الدين النصيحة، الدين النصيحة. قالوا: لمن يا رسول الله؟ قال: لله ولكتابه ولرسوله ولأئمة المؤمنين وعامتهم، أو كما قال عليه الصلاة والسلام. في هذه الجائزة الكبرى يتجمع جميع معاني النصيحة. هذا الخدمة لقرآن الله الكريم نصيحة لله في
فيه تبجيله وتجليله، ونصيحة لكتاب الله فيه تشريعه وخدمته، ونصيحة لرسول الله صلى الله عليه وسلم فيه تأمير تعليماته صلى الله عليه وسلم، ولأئمة المؤمنين أيضا لأنها خرجت منهم وترجع بركاتها إليهم، وكذلك نصيحة لعامة المسلمين. وبذلك قد اجتمعنا هاهنا ما شاء الله من نوعه أول في العالم، هذا الجائزة الكبرى التي تعمل في كل سنة في دبي، وخاصة هذا السنة 20 هذه الدورة باسم الشيخ راشد بن محمد بن راشد آل مكتوم رحمه الله. اللهم أوصل اللهم ثواب جميع هذا الجهد وجميع القراءات والأعمال التي تعمل تحت هذه الجائزة، أوصل اللهم إلى روح المذكور يا رب العالمين. اللهم وسع في قبره، اللهم أبل بوابل الرحمة سرى. ما شاء الله أنا مأمور بالكلام بلغتنا لغة مليارة، فأنا أنتقل إلى لغتي. ബഹുമാനമുള്ളവരെ, ജായിസത്തു ദുബൈ അദ്വലി ഖുർആനുൽ കരീം എന്ന് ഈ മഹാകാര്യം ലോകത്ത് തന്നെ അതിൽ ആദ്യമായി തന്നെ ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ കാര്യമാണ്. അത് ഉദിച്ച ആ മനാമുഖരത്തെ എത്ര അഭിനന്ദിച്ചാലും എത്ര അതിനെ അനുമോദിച്ചാലും മതിയാകുന്നില്ല. മാഷാ അല്ലാഹ്, വലിയ കവിയും കൂടിയായ ഈ നാട്ടിലെ ഭരണാധികാരി സാഹിബ് സുമൂ അഷ്ശേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവർ വലിയ കവി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെയും അതേപ്രകാരം ഭരണതന്ത്രത്തിലെയും ഭരണകാര്യങ്ങളിലെയും പല കാര്യങ്ങളിലും അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത് പോലെ തന്നെ ഈ മഹത്തായ ഒരു ജായിസ ഈ ലോകത്ത് അവതരിപ്പിച്ചുകൊണ്ട് മുൻ മാതൃകയില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹവും അത് സംഘടിപ്പിക്കുന്നവരും ഇപ്രാവശ്യം ആഗ്രഹിച്ചതുപോലെ അതിന്റെ ഒക്കെ പ്രതിഫലം അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആൽ മക്തൂം അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഖുർആൻ മനുഷ്യ മനസ്സിൽ എങ്ങനെയാണ് അസർ ചെയ്യുന്നത്, എഫക്ട് ചെയ്തത് എന്നുള്ളതിനെ പറ്റി പ്രതിപാദിക്കാനാണ്. القرآن كلام الله القديم غير مخلوق. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദീമായ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. ഇന്ന് വിശ്വസിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ സൂര്യചന്ദ്രാദികളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ
ഈ അതായത് വജൂദിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. ഇതൊന്നും ഇല്ലാതെ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. സൂര്യനും ആ സൂര്യൻ ഉദിച്ചുയർന്നതും അതുപോലെ ചന്ദ്രനും ആ ചന്ദ്രൻ കറങ്ങുന്നതും ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സത്യമാക്കി പറഞ്ഞുകൊണ്ട് അല്ലാഹു അവന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ഉദിച്ചതും അതിന്റെ ളുഹായും എല്ലാം സത്യമായതുപോലെ തന്നെ, സത്യമായത് നിങ്ങൾ പുലർന്ന് കാണുന്നത് പോലെ തന്നെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഭാവിയിൽ നിങ്ങളുടെ മുമ്പിൽ സത്യമായി പുലർന്നുകൊണ്ട് തന്നെയിരിക്കും എന്നുള്ളതിലേക്ക് സൂചകമായി സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ ഖുർആനിന്റെ അസർ, ഖുർആനിന്റെ സ്വാധീനം നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ അതായത് മുസ്ലിമീങ്ങളല്ലാത്തവർ കൂടുതൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ മൈക്കൽ ഹാർട്ട് 100 ഗ്രേറ്റ് എന്ന അതായത് 100 മഹാത്മാക്കൾ എന്നൊരു പുസ്തകം എഴുതി. അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റിയോ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയോ അല്ല ഞാൻ ഇവിടെ പറയുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ആദ്യമായിട്ട് കൊടുക്കാൻ അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ഖുർആനിനെ. അയാളെ ഖുർആൻ നബിയും മുഹമ്മദ് നബിയുടെ ഗ്രന്ഥമെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ എത്ര കോടാനുകോടി ജനങ്ങളെ ഓരോ അവസരങ്ങളിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചലിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ സ്വാധീനിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തിലില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകത്തിനെ സ്വാധീനിക്കുന്ന ആ ഗ്രന്ഥത്തിന്റെ ഉടമ എന്ന നിലയിലാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നാം കാണുന്നത് ഖുർആൻ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതലായിട്ട് അതായത് മൈക്കൽ ഹാർട്ടിന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്ന ഒരു രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രി പാർലമെന്റിന് പറഞ്ഞതായത് നമ്മുടെ മുസ്ലിങ്ങളെ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഭരണം ശരിക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതിന് 4 കാരണങ്ങൾ അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അയാൾ പറഞ്ഞു. അതിൽ ഒരു കാര്യം ഖുർആനിനെയാണ് പറഞ്ഞത്. ആ ഖുർആൻ മുസ്ലിംകളിൽ നിന്ന് മുസ്ലിം ലോകത്തിൽ നിന്ന് ദൂരത്താക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മുസ്ലിം ലോകത്തിന് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന്. അത്രയും അതായത് ഖുർആനിന്റെ സ്വാധീനം എത്രയുണ്ട് എന്ന് മറ്റുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നു. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിനോട് നമ്മോട് പറഞ്ഞു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നാം അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ സ്വന്തത്തിലും അതേപ്രകാരം ചക്രവാളങ്ങളിൽ എന്നോണം നാം തെളിയിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും. ഏതുവരെ ഇത് മാത്രമാണ്, ഇത് സത്യം മാത്രമാണ് എന്നവർക്ക് ബോധ്യപ്പെടുന്നത് വരെ എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ് അതായത് ഖുർആൻ അത് നമ്മുടെ ഇടയിൽ നിന്ന് എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ലോകത്തിന് അതിലെ ഖുർആനിലേക്ക് ഉണർത്തക്കത്ത രൂപത്തിലുള്ള
മഹത്തായ ദൃഷ്ടാന്തങ്ങള് ഖുർആൻ ഓരോ അവസരങ്ങളിലായിട്ട് ഈ ലോകത്തിന് തന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ കാര്യങ്ങളിലും ഉദാഹരണത്തിന് പറഞ്ഞ ഖുർആനിലെ ഒരു ആയത്താണ് اليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫറോവയുടെ ശരീരത്തെ പറ്റിയാണ്, ജഡത്തെ പറ്റിയാണ് ആ പറഞ്ഞത്. അതായത് അള്ളാഹു അരുളുന്നു ഈ ദിവസം, അതാണ് കലാം, അള്ളാഹുവിന്റെ ഖദീമായ കലാമാണത്. അതാണ് ആ ഭാഷ നോക്ക്. ഈ ദിവസം നിന്റെ ശരീരം നാം ബാക്കിയായി സൂക്ഷിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, പിൽക്കാലത്ത് വരുന്നവർക്ക് ദൃഷ്ടാന്തമായി തീരാൻ വേണ്ടിയിട്ട്. ഇന്ന് മാഷാ അല്ലാഹ് ആ പറഞ്ഞതുപോലെ ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയാൽ നമുക്കിന്ന് സാക്ഷാൽ മൂസാ നബിയുടെ ഫറോവയുടെ ശരീരം നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരന്മാരെ, ഇവിടെ ഈ ആയത്തിന്റെ തഫ്സീർ ഒരു വലിയ അത്ഭുതം തന്നെ നടന്നിട്ടുണ്ട്. അതായത് 1923 വരേക്കും ഈ ആയത്തിന്റെ തഫ്സീർ എങ്ങനെ ചെയ്യണമെന്ന് മുസ്ലിം ലോകത്തിന് വ്യക്തമായ രൂപമുണ്ടായിരുന്നില്ല. അവിടെ എല്ലാ ഓറിയന്റലിസ്റ്റുകളും ആയിട്ടുള്ള എല്ലാ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും അവിടെ എത്തുമ്പോൾ എന്ത് പറയും? അതായത് ഖുർആനിൽ കച്ചുകെട്ട് പറയപ്പെട്ട കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ആയത്ത് എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഫറോവയുടെ ശരീരം ബാക്കി വെക്കും എന്നുള്ള കാര്യം തൗറാത്തിലോ ഇഞ്ചീലിലോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാധാരണ മറ്റ് പല സ്ഥലങ്ങളിലും ഓറിയന്റലിസ്റ്റുകൾ പറയലെന്താണ്? ഇത് തൗറാത്തിൽ നിന്നോ അതല്ലെങ്കിൽ ഇഞ്ചീലിൽ നിന്നോ എടുത്തെഴുതിയതാണ്, എടുത്തു പറഞ്ഞതാണ് ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഖുർആനിനെ അങ്ങനെ ചോദ്യം ചെയ്തിരുന്ന അവർ ഈ ആയത്തിന്റെ അടുക്ക വരുമ്പോൾ പറയും ഖുർആനിൽ കെട്ടുകെട്ടപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. അതിലേക്ക് തെളിയിലാണ് അതായത് ഫറോവയുടെ ശരീരം ബാക്കി വെക്കുമെന്ന് ആര്, അതായത് തൗറാത്തോ പറഞ്ഞിട്ടില്ല, ഇഞ്ചീലോ പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളിയിട്ടുണ്ട്, സനുരീഹിം ആയാതിന, സനുരീഹിം ആയ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുക്കും. ഫിൽ ആഫാഖി, ചക്രവാളങ്ങളിൽ എന്നോണം അത്രയും വിശാലമായ രൂപത്തിൽ. അതേപ്രകാരം ഫി അൻഫുസിഹിം, ഓരോരുത്തരുടെ സ്വന്തത്തിന് മേലിലും ഖുർആനിന്റെ ദൃഷ്ടാന്തം, ഖുർആനിന്റെ ഇഅ്ജാസ് അത് മനസ്സിലാക്കാൻ ഒരു പ്രത്യേകമായ നിർമ്മിതമായ മേഖലയില്ല. ഓരോരുത്തരും ആ ഖുർആനെ നോക്കുമ്പോൾ അവന്റെ മേഖലയിൽ അത് മുഅ്ജിസായിട്ട്, അത് അമാനുഷികമായിട്ട് അവനിക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ അതാണ് അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ സ്വന്തത്തിലും അത് നാം കാണിച്ചു തരും എന്ന് പറയാം. അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ 32 വർഷത്തിന്റെ സുദീർഘമായ പരിശ്രമത്തിന് ശേഷം ഒരു ബ്രിട്ടീഷ് ഒരു ശാസ്ത്രജ്ഞനായ ഹവാർഡ് ഹാർട്ട് എന്ന് പറയുന്ന വ്യക്തി 1923 തൂത്തൻഖാമിന്റെ പിരമിഡ് തുറന്നിട്ട് ആളുടെ ശരീരം പുറത്തെടുക്കുന്നതോടുകൂടി ലോകത്തിന് മുമ്പിൽ ഇതാ ഫറോവയുടെ ശരീരം, ഫറോവകളുടെ ശരീരം ഈ ലോകത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് പുറത്ത് അവരുടെ നിധികളും ഒക്കെ പുറത്തു കൊണ്ടുവരികയുണ്ടായി. തുടർന്ന് അതേപ്രകാരം ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫിറൗനായ റംസീസ് സാനി അല്ലെങ്കിൽ മംഫത്ത എന്ന് പറയുന്ന ആ ഫിറഔന്റെ ശരീരവും ലോകത്തിന് മുമ്പ് അത് ഒക്സ്ഫോർഡിലെ പിരമിഡ് തുറന്നിട്ട് പുറത്തെടുത്ത്, അതായത് ചെങ്കലിൽ
മുങ്ങിച്ചത്തതിന് ശേഷം ഇബ്രാനികൾ അവരുടെ പഴയ രൂപത്തിൽ, അവരുടെ സാധാരണ നടക്കുന്ന രൂപത്തിൽ ആ ശരീരവും അതിനെ തഹ്നീഫ് ചെയ്തിട്ട് ആ പിരമിഡിനകത്ത് സൂക്ഷിച്ചത് പുറത്തെടുത്തു കൊണ്ടുവന്നപ്പോ അതായത് ബാക്കിയെല്ലാ പിരമിഡുകൾ മമ്മികളുടെ ശരീരം പോലെയല്ല, ഇത് പ്രത്യേകമായി മുങ്ങിച്ചാവുന്ന ആകൃതിയിൽ തന്നെയാണുള്ളത്. ഒരു കൈ ഉയർന്നിട്ടും അതേ പ്രകാരം തന്നെ തല പൊട്ടിയിട്ടും അതിന് ഉപ്പും മണ്ണും നിറഞ്ഞിട്ടും ആണ് ആ ശരീരം പുറത്തെടുക്കപ്പെട്ടത്. ഇന്ന് മ്യൂസിയത്തിൽ പോയാൽ അത് നമുക്ക് ദർശിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് اليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ഈ ദിവസം നിന്റെ ശരീരം നാം ബാക്കി വെക്കും. എന്തിന്? പിൽക്കാലത്ത് വരുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് തീരാൻ വേണ്ടി. ഈ ദൃഷ്ടാന്തം കണ്ട് മനുഷ്യനിക്ക് അള്ളാഹുവിലും അള്ളാഹുവിന്റെ കിതാബിലും വിശ്വസിക്കാനുള്ള മനസ്സ് വന്നോ? എന്നിട്ടും വന്നില്ല. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും ഒക്കെ അയ്യിൻ ആയത്തിൻ എന്ന് അല്ലാഹു തന്നെ പറയും, എത്ര ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിലൂടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാവരും അതിൽ നിന്ന് പിന്തിരിയുന്നു. وإن كثيرا من الناس عن آياتنا لغافلون. എന്റെ അധിക ജനങ്ങളും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അശ്രദ്ധരാണ്. അത്രമാത്രം, അതായത് മനസ്സുകളെ മാത്രമല്ല, ഖുർആനിന്റെ ദൃഷ്ടാന്തം ഖുർആന് സ്വാധീനിക്കുകയും എഫക്റ്റും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ വ്യാഖ്യാനമാണ് ഖുർആൻ. അതിലെ വ്യാഖ്യാനങ്ങൾ ഓരോന്നുമാണ് ഈ പ്രപഞ്ചത്തെ സ്വാധീനിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ഖുർആനിന്റെ മഹത്വവും അതിന്റെ അഗാധതയും നമുക്ക് നോക്കിയാൽ, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. മാഷാ അല്ലാഹ്, നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ഷാജഹാൻ റഹ്മാനി അവരുടെ പ്രസംഗം വരാനുണ്ട്. അതും നിങ്ങൾക്ക് കേൾക്കണം. മാത്രമല്ല, ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ പറയാം. അതായത് ഇത് ഗോർണിക്കോ എന്ന് പറഞ്ഞ് ഒരു ലോഹ, ഒരു ഫലകം, അതായത് പിക്കാസോ എന്ന വലിയ ആ ചിത്രകാരനുണ്ട്. അതായത് ഗോർണിക്കോ എന്ന് പറഞ്ഞാൽ ആ നൂറ്റാണ്ടിന്റെ, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോഹ. അതിന്റെ പേര് നൽകിയിരിക്കുന്നത് സ്പെയിനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഗോർണിക്കോ. അവിടെ ബോംബ് പൊട്ടി വീഴുമ്പോൾ ഉണ്ടായ സംഭവത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതിനെ നോക്കുമ്പോൾ എന്താ, അതിലൊരു കാള ഒന്നൊരു വശത്ത്, അതേപ്രകാരം വാൾ പുലർന്ന ഒരു കുതിര മറുവശത്ത്, ചുവട്ടി തകരുന്ന ഒരു ബോംബ് അതുമുണ്ട്. ഇങ്ങനെ ഒരു ലോഹ. ഈ ലോഹ ഇതിന് ശില്പം, ഈ ചിത്രം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അവർ പറഞ്ഞത് ഈ നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ് എന്നതിനെ വിശേഷിപ്പിച്ചു. എന്നാൽ അതുപോലെ ഖുർആനിലെ ഓരോ ആയത്തുകളുടെ ലോഹ ഫലകം ഉണ്ടാക്കിയെടുത്താൽ അതിലുണ്ടാകുന്ന ആശ്ചര്യം മനുഷ്യർക്ക് നോക്കിയാൽ അതായത് തീരാൻ കഴിയാത്ത രൂപത്തിലുള്ളതായിരുന്നു. ഉദാഹരണത്തിന് ഒരു ലോഹ നമ്മൾ തയ്യാറാക്കുന്നു വെച്ചു, അലിഫ് ലാം മീം غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون. അതായത് ഖുർആനിലെ ഒരു സൂറത്തിന്റെ തുടക്കമാണ് അലിഫ് ലാം മീം غلبت الروم في أدنى الأرض. അതായത് അതിൽ ആ ആയത്തിന്റെ, ആ സൂറത്തിന്റെ തലക്ക് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ലോഹ ആക്കിയിട്ട് പിന്നെ അതിലേക്ക് നോക്കിയാൽ ഭയങ്കരമായ എത്ര ചരിത്ര സത്യങ്ങൾ, അതുപോലെ എത്ര ജോഗ്രഫിക്കൽ സത്യങ്ങൾ, എത്ര ഭാഷാ സത്യങ്ങൾ, അതേപ്രകാരം എത്ര ശാസ്ത്രീയ സത്യങ്ങൾ, ഇങ്ങനെ ഒന്നും അതായത് അത് ദർശിക്കുന്ന അലിഫ് ലാം മീം എന്ന അക്ഷരം
അത് ഖുർആനിന്റെ അതാണ്. ഈ അക്ഷരങ്ങളിലൂടെയാണ് ഈ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. പിന്നെ റൂഹ് ബദർ യുദ്ധത്തില് മുസ്ലിമീങ്ങൾ യുദ്ധം ജയിച്ച ആ ദിവസത്തിലാണ് റൂമികൾ പരാജയപ്പെടുന്നത്. പേർഷ്യക്കാരുമായുണ്ടായ യുദ്ധത്തിന് പരാജയപ്പെടുന്നത് ആ ദിവസമാണ്. ആ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്നു. എന്നിട്ട് പറയുന്നു ഫീ അദ്നൽ അർദ്, ലോകത്ത് വെച്ച് ഏറ്റവും താഴ്ന്ന പ്രദേശം, ലോകത്ത് വെച്ച് ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് ഈ സത്യം അവിടെ ഈ അദ്നൽ അർദ് എന്ന് പറയുന്നിടത്ത് ഈ അടുത്ത കാലം വരെ എന്തെല്ലാം തഫ്സീറുകളാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ അരിഹായിൽ ഈ അടുത്ത കാലത്ത് ടെലിവിഷന് ഫിറ്റ് ചെയ്യാൻ കേബിളുകൾ വലിക്കുമ്പോഴാണ് നോക്കുന്നത് ലോകത്തിൽ അതിന് എന്താണ് ബുർജും ഉണ്ടാക്കുമ്പോ അപ്പോഴാണ് നോക്കുമ്പോൾ ലോകത്തിൽ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് അത് എന്ന്. ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് അത്. ഖുർആൻ എത്ര ഖദീമായ കലാമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്ത് അവതരിപ്പിച്ചുകൊണ്ടിട്ട് പറയുന്നു ആ സത്യം ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ ലോകം മനസ്സിലാക്കേണ്ട ഒരു സത്യം അവിടെ ആദ്യം തന്നെ ആ ലൗഹയിൽ വരച്ചു കാണിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നു, അതായത് തന്നെ ഇപ്പോൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ വിജയിക്കുന്നതാണ് എവിടെ എന്ന് മാത്രമല്ല ആ ദിവസം, അതായത് ഈ ഇറങ്ങുന്ന ദിവസം അവർ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും. കാരണം ബദർ യുദ്ധത്തിൽ ജയിച്ച ആ ദിവസത്തിൽ സന്തോഷിക്കുന്ന ദിവസത്തിലാണ് അവിടെ റോമികൾക്ക് ഇങ്ങനെയുള്ള പരാജയം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ ഒരു ലൗഹയാക്കിയിട്ട് ഒരു ഫലകമാക്കി ചിത്രീകരിച്ചിട്ട് പിക്കാസോയുടെ ഗോർണിക്കോയുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അതിനെയെല്ലാം മറികടക്കുന്ന അതിമഹത്തായ സൂചകങ്ങൾ ഉള്ള ഒരു ലൗഹയായിട്ട് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഖുർആനിലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കും. പിന്നെ ഒരു കാര്യം നമുക്ക്, അതായത് മുസ്ലിമീങ്ങളായ നമുക്ക് മനസ്സിലാക്കാൻ തരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ എന്ന് പറഞ്ഞെടുത്ത് ആദ്യം നമ്മളത് കണ്ടുപിടിക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞല്ലോ. 32 വർഷത്തെ സുദീർഘമായ പരിശ്രമത്തിന് ശേഷമാണ് ആ കാർട്ടർ എന്ന് പറയുന്ന ആ മഹാവിജ്ഞാനി ലോകത്തിന് മുമ്പിൽ ഈ സത്യം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ, അതായത് വിജ്ഞാനത്തിന്റെ അതേ പ്രകാരം തന്നെ ഏതൊരു മഹത്വത്തിന്റെയും ആദ്യ അടിസ്ഥാനം അല്ലെങ്കിൽ ആധാരം തർക്കിസാണ്, ഏകാഗ്രതയാണ്. അതിനുവേണ്ടി മാത്രം ജീവിതം പണയപ്പെച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള മഹത്തായ ദൃഷ്ടാന്തങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അതേപ്രകാരം തന്നെ ലോകത്തിന് മുമ്പിൽ മഹത്തായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിവുകൾ, അതായത് ഒന്നിനും തൊടാതെ ആടുകളെപ്പോലെ ലോകത്ത് മേഞ്ഞു നടന്നാൽ ഒന്നും എന്താണ് അവരിലൂടെ ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ നാം ഏതൊരു കാര്യത്തിലും ആദ്യം മനസ്സിന് ലക്ഷ്യം വെച്ചിട്ട് അതിനുവേണ്ടി ജീവിതം, അതായത് അർപ്പിച്ചാൽ മാത്രമേ ആ ലക്ഷ്യത്തിന് നമുക്ക് എന്താണ് വിജയം നേടാൻ കഴിയൂ. അങ്ങനെയാണ് ലോകത്തിലുള്ള സർവ്വ ശാസ്ത്രജ്ഞന്മാരുടെയും പണ്ഡിതന്മാരുടെയും മഹാത്മാക്കളുടെയും ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുക. സഹോദരന്മാരെ, അങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കുന്നിടത്തും നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അതിന്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ടിട്ട് മുമ്പോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ വാതിലുകൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത്തരം ഈ മഹത്തായ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ജായിസത്തു ദുബൈ അദ്വനിയ
ഈ ഖുർആനിൽ കരീം എന്ന ഇത് വലിയൊരു മഹാകാര്യമാണ്. കാരണം ജനങ്ങളുടെ മുഴുവനും അതിന്റെ റംളാന്റെ രാത്രികളിൽ റംളാനിന്റെ പകലുകളിലും ഖുർആനിലേക്കും ഖുർആനിന്റെ മഹത്വത്തിലേക്കും ശ്രദ്ധ തിരിക്കുന്ന ഒരു മഹാകാര്യം ഇവിടെ ഈ ലോകത്തെ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് വെച്ചത് അത് എത്ര അഭിനന്ദിച്ചാലും മഹത്വപ്പെടുത്തിയാലും തീരാത്ത ഒരു കാര്യമാണ്. മറ്റുള്ള എല്ലാ രാജ്യങ്ങളും അതുപോലുള്ള മഹത് വ്യക്തികളും മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ജായിസത്ത് ഖുർആനുൽ അസീം എന്നുകൂടി ഈ മഹത്തായ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ഒരുങ്ങുന്നു. റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും മരിക്കുന്നത് വരേക്കും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലും ദഅവത്തിലും നിലനിർത്തി തരുമാറാകട്ടെ.